വിളിച്ചാലും യാതൊരു മടിയും കൂടാതെ നമ്മളോടൊപ്പം ഇറങ്ങി വരികയും നന്നായി സഹകരിക്കുകയും എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ശശികല ഈ മലയാളികൾക്കെന്നല്ല ലോക മലയാളികൾക്ക് വരെ ഒരു അഭിമാനമാണ്. അങ്ങനെയുള്ള ശശികലയെ ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നതിനായി ഈ ശശി കുറച്ചും കൂടി അടുത്തേക്ക് ക്ഷണിക്കുന്നു. ടെൻഷനില്ലല്ലോ? ഓ എനിക്കങ്ങ് ഒരു ടെൻഷനും ഇല്ല. അല്ല, ഓഡിയൻസിനെ കണ്ടിട്ട് ആൾക്കൂട്ടം കണ്ടിട്ട് പേടിയുണ്ടോ? ഇതിലും വലിയ ആൾക്കൂട്ടമൊക്കെ എന്നെ ആക്രമിച്ചിട്ടുള്ളതാ. അല്ല, ഇതിലും വലിയ ആൾക്കൂട്ടത്തെ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതാണെന്ന്. ഫേഷ്യൽ ചെയ്താണെന്ന് മനസ്സിലായി. കൂടുതൽ തുടക്കണ്ട, പെയിന്റ് പോവും. പാടുപെട്, പാടിക്കൊടു. ഈശ്വര ചിന്തയിതൊന്നേ മനുജന് ശാശ്വതമേ ഉലകിൽ. എന്താ ശബ്ദം? സീറ്റോയ് ഇഹ പരസുകൃതം. വേറെ പാട്ട് കയറി വന്നു. എന്റെ ദൈവമേ, അപ്പൊ ഈ സീറ്റോയ്സ് ഈ മൊബൈലിലായിരുന്ന എന്ത് ശശിയേട്ട പ്ലീസ്. ഈശ്വര പ്രാർത്ഥന വരെ റെക്കോർഡ് ചെയ്ത് അവതരിപ്പിക്കാൻ വന്ന നിന്നോട് ഈശ്വരൻ പോലും പൊറുക്കും. ആളുകൾ കാണുന്നു. എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സഹകരിക്കൂലേ? എന്റെ സൗണ്ട് ശരിയാത്തോണ്ട് ഞാൻ ചെയ്തു പോയതാ. ഇതിപ്പോ നാറിയത് ഞാനല്ലേ? ഒച്ച ഉണ്ടാക്കൽ ആളുകൾ അറിഞ്ഞാൽ മോശമാണ്. പിന്നെയും ഒരു മിനിറ്റ്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് വിളിക്കരുതെന്ന്. ഇന്നലെ കിട്ടിയത് നിനക്ക് പോരാല്ലടാ. നീ ഒറ്റ ഒരുത്തൻ കാരണോ ഞാൻ ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ കിടന്ന് നാറിയത്. ഞാൻ എന്ത് ചെയ്തു? എന്നോടല്ലടോ, ഇടിച്ച് കാട്ടിയങ്ങൾക്ക് ഞാൻ. ഹസ്ബൻഡാ. ഞാനിന്ന് ഫ്ലാറ്റ് വരെ പോയിട്ട് വരാവേ. ഹസ്ബൻഡ് ചൂടിലായിരിക്കും അല്ലേ? അല്ലല്ല, എന്റെ ചൂടാറുന്നതിനും ആ നാറിക്കിട്ട് കൊടുക്കണം. അവന്റെ പെന്റെ ഞാൻ ഇടിച്ചു പൊളിക്കും. നോക്കിക്കോ. ശശിയിലെ വേണ്ട, ഒന്ന് പേടിപ്പിച്ചാ മതി.